ഹായ് എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫിഷ് ബിരിയാണി. ഇത് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഹൈമയിൽ നിന്നാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഞാൻ എൻ്റേതായിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് 3 സ്റ്റെപ്പുണ്ട്. ആദ്യം നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിനുള്ള റൈസ് ഉണ്ടാക്കണം. മൂന്നാമത് ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കണം. ഫിഷ് ഞാൻ എടുത്തിരിക്കുന്നത് സുർമ, അതായത് നെയ്മീൻ. ഇതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൗഡർ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നു. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ നാരങ്ങ നീര് കൊണ്ട് തന്നെ നല്ലൊരു പേസ്റ്റായി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഓരോ മീനിൻ്റെ കഷ്ണം എടുത്ത് നമുക്ക് 2 വശത്തും പുരട്ടി. ഈ മീൻ ഞാൻ 3 പ്രാവശ്യം ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കഴുകിയ മീനാണിത്. അപ്പോൾ ആ മീനിൻ്റെ ആ ഫിഷി സ്മെല്ലങ്ങ് പൊക്കോളും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മീനാണ്. ഈ ചെറിയ പീസ് ഞാൻ ബിരിയാണിയിൽ ഇടുന്നില്ല. ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യുന്നെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫിഷ് മാരിനേറ്റായി ഇത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം വെച്ചു. വെള്ളം തിളച്ചിട്ടില്ല, ചെറുതായിട്ട് ചൂടാകുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ 2 ചെറിയ ദാൽച്ചീനി ഇടുന്നു, 3 ക്ലൗസ് ഇടുന്നു, 2 കാർഡമം ഇടുന്നു, ഒരു 3-4 തേച്ചുപത്തി ഇടുന്നു. നമ്മളിനി ഇത് മൂടി വയ്ക്കുന്നു. മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഈ സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഉപ്പിടുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരി ഇടുന്നു. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇത് 3 വലിയ സവാള ക്രഷ് ചെയ്തത്, ഇത് 3 വലിയ തക്കാളി ക്രഷ് ചെയ്തത്, ഇത് 3 പച്ചമുളക് ക്രഷ് ചെയ്തത്, ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ലൈം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്. ഇത് ഒരു 90 ml ഓയിൽ. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാനും മസാലയ്ക്കും വേണ്ടിയിട്ട് ഗ്രേവിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളൊരു സ്വല്പം എണ്ണ കൂടുതലാണ് ഒഴിച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ആ സെയിം ഓയിലാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ബാക്കിയുള്ള മാരിനേറ്റ് ചെയ്ത മസാല ഇതും നമ്മൾ ഫിഷ് ഗ്രേവിയിലോട്ട് ഇടാൻ പോകുന്നു. വെള്ളം തിളച്ച 3 മിനിറ്റായി. ഞാൻ ഈ സ്പൈസീസ് എല്ലാം ഇങ്ങോട്ട് എടുക്കുന്നു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നു. നമ്മൾ ഈ വെച്ച എണ്ണയിൽ കൂട്ട് ഒരു സ്വല്പം ഒരു 10 ml ഒഴിക്കുന്നു. വെള്ളം പിന്നെ നല്ലപോലെ തിളച്ചു. അപ്പം ഈ 350 ഗ്രാം ബാസ്മതി അരി ഞാൻ ഇതിലേക്കിടുന്നു. ഇത് നമുക്കൊരു 80% വേവിച്ചെടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ് ഇത് വേകാനായിട്ട് വെറും 3 മിനിറ്റേ എടുക്കുള്ളൂ. 80% വേകാനായിട്ട് ഇത് വെറും 3 മിനിറ്റേ എടുക്കത്തുള്ളൂ. നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ 3 മിനിറ്റായി. നമുക്ക് റൈസ് സ്ട്രെയിൻ ചെയ്യാം. ഈ റൈസിൻ്റെ അടി വെന്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ശകലം നോർമൽ ടാപ്പ് വാട്ടർ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷിൻ്റെ 2 സൈഡും ഒരു 3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫിഷ് ഇടാം. 2 സൈഡും 3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തു. നമുക്കിതൊന്ന് സിമ്മിലേക്ക് വെക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പൂ, പട്ടയും ഏലക്കായും ഇട്ട് എല്ലാം 2 വെച്ചിട്ട് നിങ്ങൾക്ക് ചൂടാകുമ്പം ഇതിടാം. അതായത് സവാള ഇടാം. പക്ഷേ ഞാൻ സവാള സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നു. ഇതിലേക്ക് നമ്മൾ ഈ പച്ചമുളക് ഇടുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഇതിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നു. അപ്പം നമ്മളിനി ഇതിലേക്ക് എല്ലാ മസാല സിമ്മിൽ വെച്ചിട്ട് എല്ലാ മസാലകളും കൂടെ ചേർക്കുന്നു.
ഇതിൻ്റെ പച്ചമണം പോയി നമ്മൾ ഇതിലേക്ക് ഇനി ഈ തക്കാളി അരച്ച് വെച്ചത് ഒഴിക്കുന്നു. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉപ്പിടുന്നു. ഒരു 5 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മീൻ വയൽ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല വലിയ പീസല്ല, ചെറിയ ചെറിയ പീസുകൾ ഒരു 3 എണ്ണം എടുത്ത് ഞാൻ അതിൻ്റെ അകത്തെ ഈ മുള്ള് മുഴുവൻ കളയുന്നു. കാരണം എൻ്റെ പിള്ളേർക്ക് എപ്പോഴും ഒരു കംപ്ലയിൻസ് ആയിരുന്നു, മമ്മിയുടെ ഫിഷ് ബിരിയാണിക്കകത്ത് ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് നൗ ദേ സ്റ്റാർട്ടഡ് ലൈക്കിങ്. നമ്മൾ ഷുവർ ആക്കണം ഒരൊറ്റ ബോണ് പോലും ഇതിൻ്റെ അകത്ത്, അതായത് മുള്ള് പോലും ഇതിൻ്റെ അകത്ത് കാണരുത്. ഇതിൻ്റെ അകത്തെ മുള്ളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി ഇത് ഞാൻ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത മുളകും കൂടെ ഇടുന്നു. ഇനിയും ഒരു 3 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സിമ്മിൽ വെച്ചിട്ട് ഒരു നാരങ്ങയുടെ നീരൊഴിക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നോരോന്നോരോന്നായിട്ടിടുന്നു. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇടുന്നു. മല്ലിയില ഇഷ്ടമില്ലാത്തവർ മല്ലിയില ഇടണ്ട. ഇനി ഞാനിത് ഒരു 3 to 5 മിനിറ്റ്സും കൂടെ അടച്ചു വെക്കുന്നു. അപ്പോൾ 5 മിനിറ്റായി. ഈ മീനെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ നടുക്കായിട്ടാണ്, നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഇതിലേക്ക് റൈസ് ഇടുന്നു. റൈസ് ഒന്നൊന്നായിട്ട് തന്നെ കിടക്കുന്നു, ഒട്ടും വെന്ത് പോയിട്ടില്ല. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു കുറച്ച് മല്ലിയില ഇടുന്നു, കുറച്ച് സവോള വറുത്ത് വെച്ചതിടുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അരികിലായിട്ട് നമ്മൾ ചോറ് വെച്ച വെള്ളം 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുള്ള വെള്ളം. ഇത് നമ്മളിതിൻ്റെ അരികിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നു, 1 കപ്പ്. ഇനി നമ്മൾ ആവി വരുന്നത് വരെ നമ്മളിത് ഫുള്ളിൽ വെക്കുന്നു. 1 മിനിറ്റ് കൊണ്ട് മിക്കവാറും ആവി വരും. ആവി വന്നു, 1 മിനിറ്റായി, ആവി വന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്വല്പം ആവി പോകുന്നത് കൊണ്ട് ഞാനിതൊന്ന് സീൽ ചെയ്യാൻ പോകുന്നു. ഇത് ഗോതമ്പ് പൊടി കുഴച്ചതാണ്. ഇനി ഇത് ഒരു 8 മിനിറ്റ് സിമ്മിലിരുന്ന് വെന്തോട്ടെ. 8 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളിത് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് തുറക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് കേസർ എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. കേസർ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവ്. ഇതൊരു സ്വല്പം എടുത്ത് ചെറിയ ചൂട് പാലിൽ ഇട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു നല്ല കളറ് കിട്ടും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരി പാലിൽ കലർക്കി ഒഴിക്കാം, ഇല്ലെങ്കിൽ സ്വല്പം ഫുഡ് കളർ ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇത് കൂടാതെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തിടാം. പക്ഷേ ഞാനതും ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കേണ്ട എണ്ണ 30 to 35 ml. ഞാൻ ഓൾറെഡി ഒരു ദിവസത്തേനുള്ള, ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്, ഞാൻ ഓൾറെഡി ഒരു ദിവസത്തേനുള്ള ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി നെയ്യും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊന്നും ചേർക്കുന്നില്ല. അപ്പം 8 മിനിറ്റായി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ എല്ലാം കഴിഞ്ഞ് വന്ന് നമുക്കിത് തുറക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇനിയും വരാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. മീൻ ഇതിൻ്റെ വെച്ചിരിക്കുന്നത് നടുക്കാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ബിരിയാണി എടുക്കാം. അപ്പം മീൻ ഉടഞ്ഞു പോകാതിരുന്നോളും. നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗം കാണാം, ശകലം പോലും കരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.